ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഹദീസ് പറഞ്ഞു വെച്ചത് സഹാബത്ത് ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم إذ طلع علينا رجل شديد بياض الثياب شديد سواد الشعر شديد سواد الشعر لا يرى عليه أثر السفر. ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തൂവെള്ള വസ്ത്രം ധരിച്ച കറുകറുത്ത മുടിയുള്ള എന്നാൽ യാത്രയുടേതായ അടയാളങ്ങളൊന്നും കാണാത്ത ഒരു മനുഷ്യൻ ഞങ്ങളുടെ അരികിൽ വന്നു. ലാ യഅരിഫുഹു മിന്ന അഹദുൻ, ഒരാൾക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ അറിയുകയില്ല. ഹത്ത ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അരികിലിരിക്കുന്നു. ഫഅസ്നദ റുക്ബതൈ ഇലാ റുക്ബതൈ, അദ്ദേഹത്തിൻ്റെ മുട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടിലേക്ക് ചേർത്തു വെക്കുന്നു. വവളഅ കഫൈ അലാ ഫഖിദൈ, അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ തുടയിൽ വെക്കുന്നു. വഖാൽ യാ മുഹമ്മദ്, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, താങ്കൾ ഞങ്ങൾക്ക് അറിയിച്ചു തരണം അനിൽ ഇസ്ലാം, എന്താണ് ഇസ്ലാമെന്ന് താങ്കൾ എനിക്ക് അറിയിച്ചു തരണം. അഖ്ബിർനി, എനിക്ക് അറിയിച്ചു നൽകണം, അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച്. അപ്പോൾ അറിവില്ലായ്മ എന്നത് ഒരു രോഗമാണ്. അറിവില്ലായ്മക്കുള്ള പരിഹാരം സുആൽ, ചോദിക്കുക എന്നതാണ്. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക, ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതി എപ്പോഴും ഉണ്ടാകണം. അതാണ് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, അൻസാരി സ്ത്രീകൾ അവർ അറിവിൻ്റെ ഒരു വലിയ ഭാഗം കൊണ്ടുപോയി. അവരെത്ര നല്ലവരായിരുന്നു! കാരണം അവർക്ക് ദീന് ചോദിക്കുന്നതിൽ, ദീനി വിഷയങ്ങൾ പഠിക്കുന്നതിൽ അതിൽ ലജ്ജയില്ലായിരുന്നു. അവർക്കൊരു കാര്യം അറിയേണ്ടതുണ്ട് എങ്കിൽ അവരൊരു മടിയുമില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് അവർ ചോദിക്കും. ഹൈദിനെ പറ്റി, നിഫാസിനെ പറ്റി, അതുപോലെയുള്ള കാര്യങ്ങൾ യാതൊരുവിധ പ്രയാസവും കൂടാതെ, മടിയും കൂടാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് അൻസാരി സ്ത്രീകൾ ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് അറിവ് അവർ കൊണ്ടുപോയി. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. അറിയാത്ത കാര്യങ്ങൾ അത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, ചോദിക്കാനുള്ളൊരു മനസ്സ് അതുണ്ട് എങ്കിൽ ഒരുപാട് വിജ്ഞാനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സ്വഹാബാക്കൾ ഓരോ നന്മയിലും മത്സരിക്കുന്നവരായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്തിരിക്കാൻ അവരിഷ്ടപ്പെട്ടു. നമസ്കാരത്തിൽ സലാം വീട്ടുന്ന സമയത്ത്, നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കാണുമല്ലോ, അതിനുവേണ്ടി അവർ വലതുഭാഗത്തിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യങ്ങളും അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അല്ലാഹു വ റസൂലുഹു അഅലം. അവർക്കറിയുമെങ്കിലും അവരത് പറയും, അല്ലാഹുവും റസൂലുമാണ് കൂടുതൽ അറിയുന്നവൻ. കാരണം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുത്തരം പറയും. അപ്പോൾ അവർക്ക് കൂടുതൽ ഇൽമു ലഭിക്കും. അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അഥവാ ഒരു അറിവ് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് അതുപോലും അവർ സൂക്ഷ്മത കാണിച്ചു. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ അത് ചോദിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അവിടെ മടി കാണിക്കാതെ, അറിവിൻ്റെ വിഷയത്തിൽ ഹയാ ഇല്ലാതെ, ലജ്ജയില്ലാതെ. ചില പണ്ഡിതന്മാരുടെ കൗലുകളിൽ കാണാൻ കഴിയും, നീ ഒരു വിഡ്ഢിയെപ്പോലെ ചോദിക്കുക. ഒന്നും അറിയാത്തൊരു പൊട്ടൻ, ഒരു വിഡ്ഢി എങ്ങനെ ചോദിക്കും? അതുപോലെ നീ ചോദിക്ക്, എങ്കിൽ നിനക്ക് ഇൽമു ലഭിക്കും, നിനക്ക് അറിവ് ലഭിക്കും. നമുക്കൊക്കെ അറിയുമെന്ന രൂപത്തിൽ ഇരുന്ന് കഴിഞ്ഞാലോ ഒരുപാട് അറിവുകൾ നഷ്ടപ്പെടും. ചില കാര്യങ്ങൾ ചോദിക്കാൻ മടിച്ചു നിന്ന് കഴിഞ്ഞാലോ ആ ഇൽമു നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ആളുകൾ എന്ത് കരുതും, കേൾക്കുന്നവരെന്ത് വിചാരിക്കും,
എന്നൊന്നും കരുതാതെ അറിയേണ്ട കാര്യങ്ങൾ അത് ചോദിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കാണ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പറ്റി എനിക്ക് അറിയിച്ചു തരണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകി, എന്താണ് ഇസ്ലാം എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അൽ ഇസ്ലാമു അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാ വ തുഅതി സക്കാ വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഒരു കാര്യം അറിയേണ്ടത് അത് പറയാൻ യോഗ്യനായ വ്യക്തിയോടാണ് ചോദിക്കേണ്ടത്. ഒരു കാര്യത്തെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്നാണ്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക വിമർശകരിൽ നിന്നല്ല, ഇസ്ലാമിനെ വിമർശിക്കാനുള്ള സൈറ്റുകളിൽ നിന്നല്ല. ഇസ്ലാമിനെ പറ്റി പറയേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്ന് ഇസ്ലാം വിമർശകരിൽ നിന്നാണ് ആളുകൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളും ഇസ്ലാമിനെ പറ്റി പഠിക്കുന്നില്ല, ഇസ്ലാമിൻ്റെ വിമർശകരും ഇസ്ലാമിനെ പറ്റി പഠിക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് തന്നെ ഇസ്ലാം എന്താണെന്ന് അറിയുന്നില്ല. സ്രോതസ്സുകളിൽ നിന്ന് അവർ ഇസ്ലാമിനെ പറ്റി അറിയുന്നില്ല. വേറെ പല കഥകളിൽ നിന്നും ഗൂഗിളിൽ നിന്നുമാണ് ഇസ്ലാം എന്താണ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കണം. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ റസൂലിനോടാണ് ചോദിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇസ്ലാം എന്താണ് എന്ന് പറയാൻ ഏറ്റവും യോഗ്യൻ. അല്ലാഹുവിൻ്റെ റസൂൽ നൽകുന്ന മറുപടി, അൽ ഇസ്ലാമു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ സാക്ഷ്യം വഹിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല എന്ന് നീ സാക്ഷ്യം വഹിക്കലാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യൻ ഇല്ല എന്നല്ല. അള്ളാഹു അല്ലാതെ ആരാധ്യന്മാർ ഒരുപാടുണ്ട്. ആരാധിച്ചാലും അവർ ആരാധ്യനാണ്. ശ്രീകൃഷ്ണൻ ആരാധ്യനാണ്, യേശുക്രിസ്തു ആരാധ്യനാണ്, കന്യാമറിയം ആരാധ്യനാണ്. ആളുകൾ ആരാധിക്കുന്നുണ്ട്, അവരൊക്കെ ആരാധിക്കപ്പെടുന്നവരാണ്. ജാറത്തിലും മക്ബറയിലുമുള്ള ഒരുപാട് മനുഷ്യന്മാരെ ആളുകൾ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആരാധ്യന്മാർ ഇവിടെയുണ്ട്. അപ്പം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നല്ല. ആരാധ്യന്മാർ, ആളുകൾ ആരാധിക്കുന്ന കല്ലും മുള്ളും മൂർഖൻ പാമ്പും തുടങ്ങി ഒട്ടനേകം വസ്തുക്കൾ ഈ ലോകത്തുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളില്ല. സാക്ഷാൽ ആരാധ്യനായി അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല. ഒരുപാട് ആളുകൾ പലരെയും ആരാധിക്കുന്നു. എന്നാൽ ആരാധനക്കവകാശി, ആരാധനക്കുള്ള അർഹൻ, ആരാധന നൽകേണ്ടവൻ അത് അല്ലാഹു മാത്രമാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ മഅന, അർത്ഥം. രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഒന്ന് ഇസ്ബാത്ത്, ഒന്ന് നഫിയാണ്, രണ്ട് ഇസ്ബാത്താണ്. ലാ ഇലാഹ്, ആരാധ്യനില്ല, അഥവാ നഫീൻ്റെ ഒരു വശമാണ്. ഹൃദയത്തിൽ നിന്ന് മറ്റുള്ള മുഴുവൻ ആരാധ്യന്മാരെയും തുടച്ചു നീക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഹൃദയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ജാറത്തിനോ മക്ബറക്കോ ഏതെങ്കിലും പുണ്യ പുരുഷന്മാർക്കോ ഏതെങ്കിലും ബാബയോ ബീവിയോ തങ്ങളോ അമ്മയോ ഒരാൾക്കും സ്ഥാനമില്ല. മുഴുവൻ ആരാധനാ മൂർത്തികളെയും ഹൃദയത്തിൽ നിന്ന് മാറ്റലാണ് ഒന്നാമത്തെ ഭാഗം. രണ്ട്, ഇല്ലല്ലാ, അവൻ അള്ളാഹുവിനെ സ്ഥാപിക്കണം, അള്ളാഹു മാത്രമായിരിക്കണം പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ അവനുള്ളത്. ഇത് ഉൾക്കൊള്ളുമ്പോഴാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 1000 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ ചരട് കെട്ടി അതായത് ഏലസ് കെട്ടി അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ച് ഇസ്തിഗാസ നടത്തി തവസ്സുല് നടത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൈതാനത്തിരുന്ന് 1000 വട്ടം വിളിച്ചതുകൊണ്ടോ തസ്ബീഹ് എടുത്ത് ദിക്ർ ചൊല്ലിയതുകൊണ്ടോ വാഹനത്തിൻ്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ടോ കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം ഉൾക്കൊള്ളാൻ കഴിയണം.
ഇവിടെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നീ സാക്ഷ്യം വഹിക്കണം. എപ്പോഴാണ് ഒരാൾ സാക്ഷ്യം വഹിക്കുക? കേട്ട ആളല്ലല്ലോ സാക്ഷ്യം പറയേണ്ടത്. സാക്ഷ്യം പറയേണ്ടത് കണ്ടവനാണ്. കണ്ട ആളാണ് സാക്ഷ്യം പറയേണ്ടത്. നീ അത് കണ്ടോ എന്നാ ചോദിക്കുക. സാക്ഷി പറയാം, നീ അത് കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ കണ്ടിട്ടുണ്ട്. ആ, എന്നാ ഓക്കെ. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ട രൂപത്തിൽ നീ സാക്ഷ്യം പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ജീവിതം കൊണ്ട്. അത്ര ഉറപ്പായിരിക്കണം ആ വിഷയത്തിൽ. ഏതൊരു വിഷയവും ശരിയാകണമെങ്കിൽ അതിന് ചില ഷർത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരാൾ നിസ്കരിച്ചു, വുളൂ ചെയ്തിട്ടില്ല, ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല. ഓന് 100 റക്അത്ത് നിസ്കരിച്ചാലും വുളൂ ചെയ്തിട്ടില്ല എങ്കിൽ നമസ്കാരത്തിൻ്റെ ഷർത്ത് നഷ്ടപ്പെട്ടു. ഷർത്തില്ലെങ്കിൽ മശ്റൂത്തില്ല, നിസ്കാരമില്ല അവന്. കിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ല നിസ്കാരം, നല്ല മനോഹരമായി പാരായണം ചെയ്ത് നമസ്കരിക്കുന്നു, ആ നമസ്കാരം കാര്യമില്ല. വലിയ ശുദ്ധിക്കാരനാണ്, അവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, നമസ്കാരം കൊണ്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ചില കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ചില കർമ്മങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിലും അതുപോലെ ചില കാര്യങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെന്നുണ്ട് എങ്കിൽ അന്നുത്ഖു ബിൽ ലിസാൻ, അന്നുത്ഖു ബിൽ ലിസാൻ, നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല. മനസ്സിലുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരാൾ നാവുകൊണ്ട് പറഞ്ഞു, മനസ്സിലില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അതുകൊണ്ടും കാര്യമില്ല. മനസ്സിലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവുകൊണ്ട് പറഞ്ഞില്ല, ഇതുകൊണ്ടും കാര്യമില്ല. മനസ്സിലുണ്ടാവുകയും മനസ്സിൽ സത്യപ്പെടുത്തി അത് നാവുകൊണ്ട് പറയുകയും വേണം. അന്നുത്ഖു ബിൽ ലിസാൻ. ഒരു ഹദീസ് പിന്നെ നമുക്ക് ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കും. പിന്നെ അതൊന്ന് ഷെയർ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൻ ഖാല സമിഅതു, മഹാനായ അൻ അബി മാലിക്കിൻ അൻ അബി, അബു മാലിക് അദ്ദേഹത്തിൻ്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാൽ, അദ്ദേഹം പറഞ്ഞു, സമിഅതു, ഞാൻ കേട്ടു, റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, വകഫറ ബിമാ യുഅബദു മിൻ ദൂനില്ലാഹ് ഹറുമ മാലുഹു വദമുഹു വഹിസാബുഹു അലല്ലാഹ്. അപ്പോൾ ഇവിടെ വന്നതെന്താ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൻ അലിമ എന്നല്ല, ആരെങ്കിലും അറിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞാൽ എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിലുണ്ടെങ്കിൽ എന്നല്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം. പിന്നെ രണ്ടാമത്തെ ഹദീസ്, അതൊന്ന് ഷെയർ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ്, അബൂ താലിബിന് ഇസ്ലാമാണ് സത്യമെന്നറിയാം. അബൂ താലിബിന് ഇസ്ലാമാണ് സത്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അറിയുന്ന വ്യക്തിയാണ് അബൂ താലിബ്. ഷഅബ് അബി താലിബ് മലഞ്ചെരുവിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 3 വർഷക്കാലം തടഞ്ഞു വെച്ചു മക്കയിലെ മുശ്രിക്കീങ്ങൾ. അല്ലേ, ചരിത്രം നമുക്കറിയാം. 3 വർഷക്കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും തടഞ്ഞു വെച്ചു, പട്ടിണിക്കിട്ടു. എത്ര കൊടിയ പട്ടിണിയാണ് പ്രവാചകനും സഹാബത്തും അനുഭവിച്ചത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പട്ടിണി കിടന്ന മനുഷ്യനാണ് അബൂ താലിബ്. സ്വന്തം മക്കളെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച മനുഷ്യനാണ് അബൂ താലിബ്. അബൂ താലിബിൻ്റെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് മക്കക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകവരുത്താതിരിക്കാൻ കാരണം. അബൂ താലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നു. ആ അബൂ താലിബിനോട് മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറയുകയാണ്, അന്നഹു ലമ്മ ഹദറത് അബാ താലിബിൻ അൽ വഫാത്ത് ജാഅഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തിൻ്റെ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിൻ്റെ അരികിലേക്ക് വരുന്നു. ഫവജദ ഇൻദഹു അബാ ജഹൽ ഇബ്നു ഹിഷാം
വഅബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യ ഇബ്നു അൽ മുഗീറ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിൻ്റെ അരികിലേക്ക് വരുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ അരികിൽ ആരുണ്ട്? അബൂജഹലുണ്ട്. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരുണ്ട്. അപ്പം അവരൊക്കെ അബൂ ത്വാലിബിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നു. അബൂലഹബല്ല, അബൂ ത്വാലിബിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ അമ്മി കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അമ്മി, എൻ്റെ പിതൃവ്യ, കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് പറയണേ. കലിമത്തൻ അഷ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, ആ വാക്കുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ അരികിൽ അങ്ങേക്ക് വേണ്ടി സാക്ഷി പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അരികിൽ ഞാൻ സാക്ഷി പറയാം. ഫഖാല അബൂജഹൽ ചോദിക്കണം ആ സമയത്ത്, അള്ളാഹിൻ്റെ റസൂല് മുത്തപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേന്ന് പറഞ്ഞ് കരയുമ്പോൾ അബൂജഹലും അബ്ദുല്ലാഹി ഇബ്നു അബി ഉമയ്യയും ചോദിക്കുകയാണ്, യാ അബാ ത്വാലിബ്, ഓ അബൂ ത്വാലിബ്, അതർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മതം നീ ഉപേക്ഷിക്കുകയാണോ? അബ്ദുൽ മുത്തലിബിൻ്റെ മതം നീ ഉപേക്ഷിക്കുകയാണോ? അബൂ ത്വാലിബിന് നൽകുന്ന മറുപടി കവിതയായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ കുല്ലി അദിയാനിൽ ബരിയത്തി ദീന വലൗലൽ മലാമത്തു ഔ ഖസാരി മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീന. മുഹമ്മദേ, വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ, നിന്റെ ദീനാണ് സത്യമെന്ന് എനിക്കറിയാം, നിന്റെ മതമാണ് സത്യമെന്ന് ഞങ്ങൾക്കറിയാം, എനിക്കറിയാം. എല്ലാ മതങ്ങളെയും അതിജയിക്കുന്ന ദീനാണ് നിൻ്റെത്. പക്ഷേ ജനങ്ങളുടെ കുത്തുവാക്കുകൾ ഉണ്ടാകും, ജനങ്ങളുടെ പരിഹാസങ്ങൾ ഉണ്ടാകും, പുത്തൻവാദി എന്നുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകും. അതില്ലായിരുന്നുവെങ്കിൽ നിന്റെ കീഴിൽ ഞാൻ ഉണ്ടാകുമായിരുന്നു. കാഫിറായിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. നമ്മൾ ആലോചിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ സ്നേഹിച്ച, പ്രവാചകന് സംരക്ഷണം നൽകിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മക്കക്കാരുടെ അക്രമങ്ങൾ സഹിച്ചൊരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ മരണപ്പെട്ടുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു, പ്രവാചകനെ സത്യപ്പെടുത്തി. പക്ഷേ അന്നുതുഖു ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിച്ചേ തീരൂ. ഇത് ഉള്ളിൽ മറച്ചു വെക്കേണ്ട ഒന്നല്ല ആദർശം, ആരോടും പറയാതെ മൂടി വെക്കേണ്ട ഒന്നല്ല. ഹൃദയം കൊണ്ട് ഇത് ശരിയാണ്, നിങ്ങളൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് കാര്യമുണ്ട് എന്ന് പറയേണ്ടവരല്ല. മറിച്ചത് പ്രഖ്യാപിക്കണം, സമൂഹം കേൾക്കണം, സമൂഹത്തോട് പറയണം. അപ്പോഴാണ് ആ വിഷയം ശരിയായിത്തീരുന്നത്. സമൂഹം എന്തോ കരുതും, സമൂഹത്തിൻ്റെ മനസ്സെന്തായിരിക്കും, അവർ കളിയാക്കും, അവർ പരിഹസിക്കും എന്ന് ചിന്തിച്ചിരുന്നത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയി അബൂ ത്വാലിബ് എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അന്നുതുഖു ബിൽ ലിസാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. സമൂഹത്തിന് അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ വ്യക്തിയാണ്, അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയാണ്, അവൻ ജാറത്തിലും മക്ബറയിലും പുണ്യപുഷ്പങ്ങളിലും ആ രൂപത്തിലുള്ള ഏർപ്പാടുകളിൽ അവനില്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താവാണ്, അവൻ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ്, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്നവനാണ് എന്ന് സമൂഹത്തോട് നമുക്ക് പറയാൻ സാധിക്കണം. രണ്ട്, അൽ ഇൽമ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ ഇത് കഴിയുമെങ്കിൽ നമ്മളൊന്ന് എഴുതി വെച്ച് പോയാൽ നന്നാകും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന് അന്നുതുഖ് ബിൽ ലിസാൻ, രണ്ട് അൽ ഇൽമ്, ഇൽമാണ്, അറിവ് നേടുക എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ ഇൽമു വേണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം നീ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം നീ അറിയണം, പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ മാത്രമുണ്ട്. 23 കൊല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രബോധനം നടത്താനുള്ള വിഷയമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്കിൽ 950 വർഷമെടുത്താണ് നൂഹ് നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചത് എങ്കിൽ, ഖുർആനിൻ്റെ 1/3 ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അള്ളാഹു പറഞ്ഞത് എങ്കിൽ, 1-2 ക്ലാസ് കേട്ടാൽ തീരുന്ന വിഷയമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിക്കാനുണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു മനുഷ്യന് പിന്നെ എന്തെല്ലാം ആകാം, എന്തെല്ലാം ആകാൻ പാടില്ല, ആ കാര്യങ്ങൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മാത
ആ ഹദീസ് ഞാൻ അയച്ചിട്ടുണ്ട്. മൻ മാത്ത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മൻ മാത്ത ആരെങ്കിലും മരണപ്പെട്ടു, മൻ മാത്ത ആരെങ്കിലും മരണപ്പെട്ടാൽ, എങ്ങനെ മരണപ്പെട്ടാൽ, വഹുവ യഅലമു അവൻ അറിവുള്ളവനായിക്കൊണ്ട്, ഇൽമുള്ളവനായി മരണപ്പെട്ടു, ലാ അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ ഇൽമുള്ളവനായി അറിവുള്ളവനായി കൊണ്ടൊരാൾ മരണപ്പെട്ടാൽ ദഖലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പോൾ നാവ് കൊണ്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയം അറിവുണ്ടാകണം. അൽ യഖീൻ, മൂന്നാമത്തത് യഖീനാണ്, ദൃഢമായ വിശ്വാസം വേണം ആ വിഷയത്തിൽ. ഉപ്പാൻ്റെ പേര് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും, എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയും. ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ആരെങ്കിലും ഉപ്പാൻ്റെ പേര് പറയും? എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമോ? നാട് എവിടെയെന്ന് ചോദിച്ചാൽ ആലോചിച്ച് നിൽക്കും? ഇല്ല, പെട്ടെന്ന് ഉത്തരം വരും. അതിലൊരു സംശയമില്ല. ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ സംശയിച്ച് നിൽക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ദൃഢമായ അറിവായിരിക്കണം. യഖീൻ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ മൂർത്തഭാവമാണ്. ആടിക്കളിക്കുന്ന വിശ്വാസമല്ല ലാ ഇലാഹ ഇല്ലല്ലയിൽ വേണ്ടത്. ഏതെങ്കിലും യുക്തിവാദികൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, പടച്ചോനെ അപ്പം അങ്ങനെ ഉണ്ടോ, പിന്നെ ഒന്നുകൂടെ ഞാൻ പഠിക്കണമല്ലോ ഇസ്ലാമിനെ പറ്റിയിട്ട്, ഇപ്പം എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലയിൽ, ഇപ്പോൾ റബ്ബുണ്ടോ പടച്ചോനുണ്ടോ? ഏതെങ്കിലും യുക്തിവാദികളുടെ പോസ്റ്റ് കാണുമ്പോൾ, ഏതെങ്കിലും ഫ്രീ തിങ്കേഴ്സ് അവർ എന്തെങ്കിലും പടച്ചുവിടുന്നത് കാണുമ്പോൾ വിശ്വാസത്തിലൊരു ചാഞ്ചല്യം ഉണ്ടാകുന്നതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറിച്ച് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. മുഅ്മിനീങ്ങൾ ഒരു കൂട്ടർ മാത്രമാണ്. അവരാരാണ്? അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചു. സുമ്മ ലം യർതാബൂ, പിന്നീട് അതിലൊരു സന്ദേഹമില്ല, പിന്നീടൊരു സംശയമില്ല. അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചു കഴിഞ്ഞാൽ, അടിത്തറ ലഭിച്ചു കഴിഞ്ഞാൽ, അടിത്തറയിൽ നിന്ന് ദീനിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ ഏത് വിമർശനങ്ങൾ വന്നാലും, ഏത് യുക്തിവാദികൾ ശ്രമിച്ചാലും, ഏതെല്ലാം ആക്ഷേപങ്ങൾ വന്നാലും അവനൊരു സംശയം ഉണ്ടാവില്ല. ഇന്ന് ആടിക്കളിക്കാനുള്ള പ്രശ്നം എന്താ? പഠിക്കുന്നില്ല. ഖുർആനിൽ എന്താണ് പറഞ്ഞത് എന്ന്, തൗഹീദ് എന്താണ് എന്ന്, അടിത്തറ എന്താണ് എന്ന് നമുക്കറിയില്ല. ഒരു യുക്തിവാദി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആകെ പേടിച്ച് അന്താളിച്ച് നിൽക്കാൻ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യന് യഖീൻ ഉണ്ടാകണം, അവനതിൽ ഉറപ്പുണ്ടാകണം. മറ്റൊന്ന് ഖബൂൽ, സ്വീകാര്യത വേണം. എന്താണ് സ്വീകാര്യത എന്ന് പറഞ്ഞാൽ? അല്ലാഹു തആല പറഞ്ഞ ഒരു കാര്യവും നിരാകരിക്കാതെ സ്വീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാൾ പറ്റുന്നത് എടുക്കുക, അല്ലാത്തത് ഒഴിവാക്കുക, അങ്ങനല്ല. അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അൽ ഇൻഖിയാദ്, സമ്പൂർണമായ കീഴ്വണക്കം വേണം. ഖബൂലും ഇൻഖിയാദും തമ്മിലുള്ള വ്യത്യാസം, അള്ളാഹു പറഞ്ഞൊരു കാര്യം അത് അതേ രൂപത്തിൽ സ്വീകരിക്കലാണ് ഖബൂൽ. അള്ളാഹു തആല ഒരു കാര്യം പറഞ്ഞു എങ്കിൽ ഞാനതനുസരിക്കാം, അല്ലേ? ഇബ്രാഹിം നബിനോടൊന്നല്ലേ പറഞ്ഞിട്ട് അള്ളാഹു തആല എന്താ പറഞ്ഞത്? അസ്ലിം, കീഴൊതുങ്ങണം. കേൾക്കേണ്ട താമസം പറഞ്ഞല്ലോ, അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഇതാ പടച്ചോനെ നിനക്ക് വേണ്ടി കീഴൊതുങ്ങിയിരിക്കും. മക്കളെ കൊണ്ടാക്കാൻ പറഞ്ഞു, മകനെ കൊണ്ടാക്കി. ഭാര്യയെ മരുഭൂമിയിൽ കൊണ്ടാക്കി. മകനെ അറുക്കണമെന്ന് പറഞ്ഞു, അറുക്കാൻ തയ്യാറായി. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുക. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരിക, കീഴൊതുങ്ങുക. കീഴൊതുങ്ങൽ എങ്ങനെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച രൂപത്തിൽ ജീവിതം നമ്മൾ മാറ്റുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തിനനുസരിച്ച് നമ്മുടെ വസ്ത്രം മാറ്റിയാൽ കീഴൊതുങ്ങലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനനുസരിച്ച്, ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ജീവിതം അള്ളാഹുവിന് കീഴൊതുങ്ങി കൊടുക്കുക, അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റുക. നമ്മുടെ വേഷം, നമ്മുടെ രൂപം, നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, എല്ലാത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു മാതൃക സ്വീകരിക്കുക. അതുപോലെ തന്നെ അസ്സിദ്ഖ്, സത്യസന്ധമായിരിക്കണം നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി,
നാട്ടിൽ പിന്നെ ഒരു പേരും പ്രശസ്തിയുമുള്ളവർ, അല്ലെങ്കിൽ നാട്ടിൽ കുറച്ച് സ്ഥാനമാനമുള്ളവർ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന കുറച്ച് തൗഹീദിൻ്റെ ആൾക്കാരാണ്. എന്നാൽ ഞാനും ആ കൂട്ടത്തിൽ. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് ഈ ആദർശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പള്ളിയുടെ സെക്രട്ടറി സ്ഥാനം, മഹലിൻ്റെ പ്രസിഡന്റ് സ്ഥാനം, അതുകൊണ്ട് ഞാനും ആ കൂട്ടത്തിൽ. മക്കളൊക്കെ മാറി, കുടുംബത്തിലെല്ലാവരും മാറി, ഞാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. അതൊന്നുമല്ല അടിസ്ഥാനം. സിദ്ഖ്, അവൻ്റെ ഹൃദയം സത്യസന്ധമായിട്ട് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ സത്യപ്പെടുത്തി അതിൻ്റെ മാർഗത്തിലായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് വരേണ്ടത്. അൽ മഹബ്ബത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ഇഷ്ടമുണ്ടാകണം, സത്യസന്ധമായ ഇഷ്ടം. ഹുബ്ബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് വെള്ളം വീണ്ടും ഒഴിക്കുമ്പോൾ അത് നിറഞ്ഞ് കവിയാൻ തുടങ്ങും, പുറത്തേക്ക് നിറഞ്ഞൊഴുകും. ഇതാണ് ഹുബ്ബ്, ഇഷ്ടം എന്നുള്ളത്. തൗഹീദിനോട് ഇഷ്ടം നിറഞ്ഞു കവിയണം ഹൃദയത്തിൽ. ഇതെന്താ എപ്പോഴും തൗഹീദ് തൗഹീദ് തൗഹീദ്, എപ്പോഴും ഒരു തൗഹീദി പ്രസംഗം? എന്തിനാണ് എല്ലായിടത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ്, എല്ലായിടത്തും പിന്നെ തൗഹീദ് പറയുന്നത്? ഫാമിലി ഗ്രൂപ്പിലും തൗഹീദ് ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയോട് അവൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറഞ്ഞു കവിയണം. ഇതവൻ്റെ സ്വർഗത്തിനുള്ള താക്കോലാണ്. സ്വർഗം നിർബന്ധമാക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിലാണ്. നരകം നിഷിദ്ധമാക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിലാണ്. അവൻ്റെ കാതൽ, അവൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ ജീവൻ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ഒരു പ്രത്യേക ഇഷ്ടം, ഒരു പ്രത്യേക സ്നേഹം നമുക്കുണ്ടാകണം. അപ്പം ഇന്ന് ഞാൻ സൂചിപ്പിച്ചു വന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുന്നു, അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സാക്ഷ്യം വഹിക്കലാണ്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ അള്ളാഹുവിൻ്റെ റസൂൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്നതും സാക്ഷ്യം വഹിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയോടുള്ള ബാധ്യതകൾ പോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ്, അതിലും നമുക്ക് ബാധ്യതകളുണ്ട്. ഇത് രണ്ടും തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയും തൗഹീദാണ്, മുഹമ്മദ് റസൂലുള്ളാഹിയും തൗഹീദാണ്. തൗഹീദുൽ ഇബാദ, ഇബാദത്തിലുള്ള തൗഹീദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഥവാ എങ്ങനെ ഞാൻ ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കൽ, അതാണ് തൗഹീദുൽ ഇബാദ. തൗഹീദു ത്വാഅ, അനുസരണയിൽ ഞാൻ എങ്ങനെ നമസ്കരിക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ മാത്രം. ഞാൻ എങ്ങനെ നോമ്പ് നോൽക്കണം, അത് നാട്ടുകാർ പറയുന്ന രൂപത്തിലല്ല, വാട്സപ്പിൽ വരുന്ന ഏതെങ്കിലും മെസ്സേജുകൾ അനുസരിച്ചുകൊണ്ടല്ല. എൻ്റെ നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ മാത്രം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തെ മാത്രമാക്കണം. ഇബാദത്തുകളുടെ ഏതു വിഷയത്തിലാണെങ്കിലും ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യണം, അത് ഏതെങ്കിലും നാട്ടിലെ കാരണവർ പറയുന്ന രൂപത്തിലല്ല എൻ്റെ ഹജ്ജ്, നാട്ടിലെ മാമൂലുകൾക്കനുസരിച്ചുകൊണ്ടല്ല എൻ്റെ വിവാഹം, നാട്ടിലെ ഏതെങ്കിലും സമ്പ്രദായങ്ങൾക്കനുസരിച്ചുകൊണ്ടല്ല എൻ്റെ ഇടപാടുകൾ. അതിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ ഏകനാക്കുക എന്നതാണ് തൗഹീദു ത്വാഅ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ ഒരു രൂപം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബാധ്യതകളും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ നാം ശ്രദ്ധിക്കേണ്ട, നാം പുലർത്തിപ്പോകേണ്ട കാര്യങ്ങളും നമുക്ക് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ഓരോ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് അത് വിശദീകരിച്ചു പോവുകയാണ്. പ്രത്യേകം പറയാനുള്ളത്, ഇപ്പോൾ തന്നെ നമുക്ക് ഹദീസുകൾ ഹിഫ്ളാക്കി പോവുകയാണെങ്കിൽ അടിത്തറകൾ നമുക്ക് മനസ്സിലുണ്ടായിരിക്കും. ഒരു ഫന്ന് പഠിക്കാനുള്ള എളുപ്പമാർഗം അതിലുള്ളൊരു മത്ന് ഹിഫ്ളാക്കലാണ്. മൻ നാലൽ മുത്തൂൻ, മൻ ഹഫിളൽ മുത്തൂൻ നാലൽ ഫുനൂൻ. ആരെങ്കിലും ഒരു മത്ൻ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ ആ ഫന്ന് അവന് ലഭ്യമാകും. ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഹദീസ് ഹിഫ്ളാക്കണം, എങ്കിൽ ഇസ്ലാമിനെ പറ്റി കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയും. ഈമാനിനെ പറ്റി നമുക്കറിയണമെങ്കിൽ അതിനുശേഷം ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, അത് ഹിഫ്ളാക്കിയാൽ
ഈമാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൈക്കൂനി അത് നമ്മൾ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ ഉസൂലുൽ ഹദീസ് നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ കഴിയും. അതുപോലെ തന്നെ നഹ്വിലുള്ള ചെറിയ ചെറിയ മുത്തൂനുകൾ അത് നമ്മൾ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ, ആജ്റുമിയ നമ്മൾ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ നഹ്വ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വറക്കാത്ത് നമ്മൾ ഹിഫ്ളാക്കി കഴിഞ്ഞാൽ ഉസൂലുൽ ഫിഖ് നമുക്ക് ഹൃദ്യസ്ഥം പഠിക്കാൻ നമുക്ക് സാധിക്കും. ആ വിഷയത്തിലുള്ള ഒരു ചെറിയ മത്തിൻ അത് ഹിഫ്ളാക്കലാണ് നമുക്ക് ആ ഫന്ന് തന്നെ ലഭിക്കാനുള്ള എളുപ്പമാർഗം. അതുകൊണ്ട് എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് ഹിഫ്ളാക്കാൻ. ഇപ്പോൾ ഒന്നാമത്തെ ഹദീസ് നമ്മൾ പഠിച്ചു, രണ്ടാമത്തെ ഹദീസിലാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഒരു ക്ലാസ്സിൽ എത്ര എടുക്കുന്നത്? വളരെ കുറഞ്ഞ, ഇന്ന് ഒരു വരി മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 7 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഓരോ ദിവസവും ഒരു തവണ വായിച്ചാൽ തന്നെ ഈ ഭാഗം നമുക്ക് ഹിഫ്ളാക്കാൻ സാധിക്കും. അങ്ങനെ ഹിഫ്ളാക്കി പഠിച്ചു പോകുന്ന ഒരു രൂപത്തിലേക്ക് ഉയരാനും കൂടുതൽ ദീനി രംഗത്ത് പഠിക്കാനുമുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.